ഹേ ഗൈസ്, ഒരു വൈകുന്നേരമായപ്പോഴാണ് അച്ഛൻ പറയുന്നത്, മോളെ നമുക്കിവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്, പോകുന്നുണ്ടോ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു പറ്റില്ല അച്ഛാ. അപ്പോഴേക്കും ചേട്ടൻ കയറി വന്ന് പറഞ്ഞു, കിട്ടുന്ന ഫുഡ് എന്തിനാ വേസ്റ്റ് ആക്കണേ, വാ ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തിട്ട് നേരെ വിട്ടു. അങ്ങോട്ട് നേരെ വിട്ടത് പെട്രോൾ പമ്പിക്കാം. നമ്മളെങ്ങനെയും പോവുകയാണെങ്കിൽ പെട്രോൾ അടിക്കണമല്ലോ, അല്ലെങ്കിൽ വല്ല വഴിയിൽ എവിടെയെങ്കിലും കിടക്കണം. ചേട്ടൻ ആദ്യം പോയിട്ട് 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഡൗട്ടായി, അങ്ങോട്ട് പോയാൽ മാത്രം പോരല്ലോ, തിരിച്ചിങ്ങോട്ട് വരുമോ വേണ്ടേ. പിന്നെ വീണ്ടും ഒരു 50 രൂപയ്ക്കും കൂടി അടിച്ചു. അങ്ങനെ പെട്രോൾ ഒക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. ഞങ്ങൾ വിചാരം ഞങ്ങളാണ് അവസാനം എത്താം. പക്ഷെ ഞങ്ങൾ നേരത്തോടെ എത്തി. മോളിൽ കയറി ചെന്നപ്പോൾ ആകെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കുറച്ചു നേരം അവിടെ ഇരിക്കണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ഏത് പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംഭവം ഞങ്ങളവിടെ എത്തിയപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എത്തി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ അടിയേക്ക് പോയി. ഒരിക്കലും നമ്മുടെ ലൈഫിലെ ടൈമും ഫുഡും വേസ്റ്റ് ചെയ്യരുത്. കാരണം നമ്മൾ പിന്നീട് അതെല്ലാം വെച്ച് പശ്ചാത്തപിക്കും. ഒരു ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഞാൻ എന്തൊക്കെ മോണാലിറ്റി വിളിച്ച് പറയണം. അങ്ങനെ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്കിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞങ്ങൾ കയറിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ മുകളിലെത്തിയിട്ടാണ് ആലോചിക്കുന്നത്, അതുകൊണ്ട് അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കഴിക്കണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. പിന്നെ കൈ കഴുകാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹാൻഡ് വാഷ് എടുത്തിട്ട് അപ്പുറത്തെ മതിലിൽ അവിടെ കിട്ടി കഴിച്ചു. പിന്നെ ആരും കാണാത്തോണ്ട് വേഗം അവിടെ ഞങ്ങൾ അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ നേരെ ഹാളിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി കഴിച്ചു. നേരെ തൃപ്പയാർക്ക് വിട്ടു. ഉണ്ണിക്ക് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.